നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ പിണറായി വിജയൻ ഒന്നൊന്നര കളിയാണ് കളിച്ചത്. പ്രബലരായ രണ്ടു ഹിന്ദു സംഘടനാ നേതാക്കളെ തൻ്റെ രണ്ട് കക്ഷത്തിലുമാക്കാൻ ഇതിലൂടെ പിണറായി വിജയന് കഴിഞ്ഞു. കോൺഗ്രസ് പഴയതുപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ, BJP ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരെ നിൽക്കുമ്പോൾ, SNDPയും NSSും ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹിന്ദുമതത്തിലെ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കിടയിലെ രണ്ട് പ്രബല സമുദായ സംഘടനകളാണ് SNDPയും NSSും. ഇതിൻ്റെ രണ്ടിൻ്റെയും ജനറൽ സെക്രട്ടറിമാർ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് വച്ചാൽ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭൂരിപക്ഷ സമുദായത്തിലെ രണ്ട് പ്രബല സമുദായ സംഘടനകൾ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതുണ്ടാക്കാൻ പോകുന്ന നേട്ടം ചില്ലറയല്ല എന്ന് പരിണതപ്രജ്ഞനായ പിണറായി വിജയനെ ആരും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. ആഗോള അയ്യപ്പ സംഗമം അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ ഒരു ചൂണ്ടയായിരുന്നു എന്നാണ് പറയുന്നത്. ഹിന്ദു സംഘടനാ നേതാക്കളെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ഒരു ചൂണ്ട. ഏതായാലും ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇപ്പോൾ തനിക്കും തൻ്റെ സർക്കാരിനും എതിരാണെന്ന് പിണറായി വിജയൻ കൃത്യമായി അളന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന് അത് അളക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിനെ നേരിടാൻ ഹിന്ദു ഭൂരിപക്ഷ പ്രീണനമെന്ന പഴയ ആയുധം അദ്ദേഹം പൊടിതട്ടിയെടുക്കുകയാണ്. അത് നിസ്സാരമായ പ്രത്യാഘാതമല്ല ഉണ്ടാക്കുന്നത്. കാരണം കോൺഗ്രസ്സിന് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ കിട്ടുമ്പോൾ CPMലേക്ക് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ ഒഴുകുകയും BJPക്ക് അത് കിട്ടാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥയിൽ CPMന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പിണറായി വിജയന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായി അയ്യപ്പ സംഘവുമായി ഇറങ്ങിയിരിക്കുന്നത്. മറ്റേതെങ്കിലും പരിപാടികളാണെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും നേതാക്കൾ, സാമുദായിക നേതാക്കൾ ഉടക്കി മാറുമായിരുന്നു. പക്ഷേ അയ്യപ്പ സംഗമത്തെ, അയ്യപ്പനെ മുന്നോട്ട് വെച്ചാൽ ഹൈന്ദവ സമൂഹത്തിലെ ആളുകൾ ആരും അങ്ങനെ പിന്നോട്ട് പോകില്ലെന്ന് വളരെ നന്നായി പിണറായി വിജയൻ അറിയാം. മാത്രമല്ല, ശബരിമല യുവതി പ്രവേശന വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായപ്പോൾ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില നീക്കങ്ങൾക്ക് ഒരു പ്രതികരണമായും മറുപടിയായും ഒറ്റമൂലിയുമായും ഒക്കെ ഇത് ഉപയോഗപ്പെടും. ഏതായാലും പിണറായി വിജയൻ അയ്യപ്പന് എതിരല്ല എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ മധ്യ തെക്കൻ കേരളത്തിൽ ഹൈന്ദവ വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നായർ ഈഴവ വിഭാഗങ്ങളിലും മറ്റു വിഭാഗങ്ങളിലുമെല്ലാം പിണറായിക്ക് CPMന് അനുകൂലമായ ഒരു ചലനം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ചലനം ഉണ്ടാക്കുകയാൽ അതിൽ ഒരു 15-20 സീറ്റ് കിട്ടിയാൽ മതി. പിന്നെയുള്ള സീറ്റുകളെല്ലാം പിണറായിയും CPMും ഉത്തര കേരളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു 75-ലെത്തിക്കാനുള്ള ഒരു നീക്കമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത്. കൃത്യമായ കണക്കുകൂട്ടൽ തന്നെയാണ് പിണറായി മുന്നോട്ട് പോകുന്നത്. UDF ചിന്താക്കുഴപ്പത്തിലായി പതറി നിൽക്കുമ്പോൾ, BJP എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളുമായി തന്നെയാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. അടുത്ത തവണ ഭരണം പിടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളൂ. വോട്ട് എവിടെ നിന്ന് വരും അതാണ് പിണറായി നോക്കുന്നത്. അതിനുള്ള നീക്കമാണ് അയ്യപ്പ സംഗമത്തിലൂടെ അദ്ദേഹം നടത്തുന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പുണ്ട്. ഇതിനെതിരെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും NSS നേതൃത്വം എടുത്ത വളരെ ബുദ്ധിപൂർവമായ നിലപാട് പിണറായി വിജയനെ തുണച്ചു. SNDP നിയോഗ നേതൃത്വം വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ തന്നെ പിണറായിക്ക് അനുകൂലമാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ സുകുമാരൻ നായർ എന്ത് ചെയ്യണമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയെങ്കിലും NSSും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച അവസ്ഥയിൽ BJPയും കോൺഗ്രസും അസ്തപ്രജ്ഞരായി പോയി എന്നാണ് പറയുന്നത്. കാരണം മധ്യ തെക്കൻ കേരളത്തിൽ CPMനെതിരെ ഒരു രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായാൽ, കാരണം CPMൻ്റെ സീറ്റുകൾ കൂടുതൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് മധ്യ തെക്കൻ കേരളത്തിലാണ്. കഴിഞ്ഞ തവണ BJP വലിയ തോതിൽ CPM കേന്ദ്രങ്ങളിൽ ഒരു നേട്ടമുണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കായംകുളത്തും ആറ്റിങ്ങലുമൊക്കെ. അപ്പോൾ ഇത്തവണ ആ സീറ്റുകൾ BJPയിലേക്ക് പോകാതിരിക്കാനുള്ള നീക്കമാണ് പിണറായി വിജയൻ നടത്തുന്നത്. അതാണ് കൃത്യമായ അയ്യപ്പ സംഘം വെച്ച് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ യഥാർത്ഥത്തിൽ BJPയും പെട്ടു, കോൺഗ്രസും പെട്ടു. NSSും SNDPയും ഇരുവശത്തു നിന്നുമായി പിണറായി വിജയനെ പിന്തുണയ്ക്കുമ്പോൾ അദ്ദേഹത്തിനറിയാം ഈ വോട്ടുകൾ എവിടെ ചെന്ന് വീഴുമെന്ന്. കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ മൂന്നാം ഭരണം പിടിക്കാനുള്ള നീക്കവുമായി പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ്. അതിന് അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് ഹൈന്ദവ ഭൂരിപക്ഷ വോട്ടുകളെ തന്നെയാണ്. അതിൻ്റെ കൃത്യമായ വ്യക്തമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.